പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും
പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിലെ ജനങ്ങളുടെ ക്രിസ്തു ആരാണെന്നുള്ളതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആദ്യം നമ്മൾ ചോദിച്ചത് ഇവൻ ആരാണ്, കാറ്റും കടലും പോലും ഇവരെ അനുസരിക്കുന്നില്ല. അപ്പം ഇരുട്ട് കടലിലേക്ക് തള്ളിവിടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് കർത്താവ് തന്നെ ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെ പറഞ്ഞത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അത് ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹം, പിന്നെ അഭിഷേകം, പിന്നെ അധികാരമായിട്ട് ആത്മീയ വളർച്ച പൂർണ്ണമാക്കുന്നത് നമ്മൾ കണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഇതിനെല്ലാത്തിൻ്റെ ഒരു താക്കോലുണ്ട്. ഈ പടിപടിയായിട്ട് വളരുന്നുണ്ടല്ലോ, ക്രിസ്തുവിൽ വളരുന്നുണ്ടല്ലോ. ഈ ക്രിസ്തുവിൽ വളരുന്നതിനൊരു മാനദണ്ഡമുണ്ട്. എല്ലാത്തിനും ഈ അധികാരം കൈമാറ്റത്തിന് അറിവ് മാത്രം പോരാ. സെമയോൻ എന്ന് വിളിച്ചിട്ട് പറയും, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർഗരാജ്യ താക്കോൽ നിനക്ക് തരുമെന്ന് പറയും. മത്തായി 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അതാണ് വിഷയം. അവിടെ ഈ സെമയോൻ മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ ആ വെളിപാട് വചനത്തിൽ അവൻ്റെ ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് കിട്ടുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു ഓഫറുണ്ട്. എന്താണ്? ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. അപ്പോൾ കൊടുത്തിട്ടില്ല, തരുമെന്നൊരു ഓഫർ കൊടുത്തിട്ടേ ഉള്ളൂ. അറിവിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കൈ കിട്ടും, കോൺക്രീറ്റ് ആയിട്ട്, ടഞ്ചിബിളായിട്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട്, ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ട് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ദിവസം വേറെ പല കടമ്പകളും കടക്കണം. അതിലൊരു ഏറ്റവും വലിയ കടമ്പ എന്താണ്? ശിമയോൻ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ട, അതാണ് വിഷയം. മറ്റ് സ്വർഗരാജ്യത്തെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കണേ എപ്പോഴാണ്? ഈ അറിവ് നമ്മൾ സ്നേഹമായി ജീവിക്കുമ്പോഴാണ്. കർത്താവിന് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ രഹസ്യ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ രഹസ്യ കച്ചവടങ്ങൾ എന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറഞ്ഞ പോലെ കർത്താവും പത്രോസും തമ്മിൽ അണ്ടർഗ്രൗണ്ട് കേബിളുണ്ട്. ഈ പുറമേ നടക്കുന്ന കക്ഷികൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും, നീ എൻ്റെ
കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ പറഞ്ഞു ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. കമാൻഡ് ചെയ്യണം. പണ്ട് സ്വർഗ്ഗരാജ്യം താക്കോൽ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അധികാരം കൊടുക്കണം സഭയുടെ പേര്. ഇപ്പോഴാണ് കൊടുക്കണത്. കാര്യം മറ്റേ അറിവൊക്കെ കുഴപ്പമില്ല, പക്ഷേ അറിവല്ല പ്രാധാന്യം. എന്താണ്? സ്നേഹമാണ് പ്രാധാന്യം. അറിവിന് ഒരു പകുതി 50%, ബാക്കി 50% ഇരിക്കുന്നത് സ്നേഹത്തിലാണ്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. വീണ്ടും പത്രോസിനോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പൊ അവസാനം സഭയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള അധികാരങ്ങൾ ഏൽപ്പിക്കുക. പക്ഷെ ഇനി ഈ തുറുപ്പ്, പത്രോസിന്റെ ഒരു തുറുപ്പുണ്ട്. ആ തുറുപ്പ് കാണിക്കാൻ കർത്താവ് പറയും. അത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഈ കൂടെ നിൽക്കുന്ന അണ്ണന്മാർക്ക് വേണ്ടി. പണ്ട് തന്നെ ഇവർ പ്രശ്നക്കാരാണ്. ഇവര് താബോർമലയെ കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് പോയപ്പോൾ തന്നെ പിറുപിറുപ്പ് താഴെ അന്ത്രയോസ് ഉൾപ്പെടെ പിറുപിറുത്ത പാർട്ടിയാണ്. അങ്ങനെയാണ് ആ അപസ്മാര രോഗിയൊക്കെ വന്നിട്ട്, അത് നമുക്കൊരു ദിവസം കാണാം അതിനെക്കുറിച്ച്. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോഴും ഈ ബാക്കിയുള്ളവർക്ക് എന്ത് കൊണ്ട് പത്രോസിനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് ചോദ്യമല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കും. മൂന്നാം പ്രാവശ്യം യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ തകർന്നുപോയി എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഷീനെ വത്തിക്കാൻ, എനിക്ക് ബിഷപ്പ് ഷീനല്ലേ അമേരിക്കൻ ബിഷപ്പ്, ഈ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധനെന്ന് ഞാൻ പരിചരിക്കുന്നത് ബിഷപ്പ് ഷീനെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര ഒരു മരിയനാണ്. അദ്ദേഹത്തിൻ്റെ അന്ന് അരമണിക്കൂർ ടെലിവിഷൻ പ്രഭാഷണത്തിന് $25,000. കാത്തലിക് പിക്ചറിൽ വെച്ച് ഏറ്റവും ടോപ്പായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബിഷപ്പ് ഷീൻ്റെ ധന്യനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ വത്തിക്കാനിലെ കുറേ ഇടക്കെടുകളുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ്, ഇത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ്, ആൻറ്റി അമേരിക്കൻ കാലാവസ്ഥയാണ്. ഇത് കറക്റ്റ് കഴിയുമ്പോൾ ഇത് മാറി, കാറ്റ് മാറി വീശും, നിങ്ങൾ നോക്കിക്കോന്ന് ഞാൻ പറയും. ബിഷപ്പ് ഷീനെ വീണ്ടും ബിഷപ്പിനെ ധന്യനായിട്ട് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറയും. അത് അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്. കാര്യം അത്രയും ഡെപ്ത് ക്വാളിറ്റി ആ ആത്മാവിനുണ്ട് ശരിക്കും. ഇന്നും പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് ഷീൻ്റെ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ എന്ത് സിമ്പിൾ ലാംഗ്വേജ് ആണെന്ന് അറിയാമോ? എന്ത് ഇട്ടിവെട്ട് അഭിഷേകമാണ് നോക്കണം ബിഷപ്പ് ഷീൻ. ഇപ്പം ബിഷപ്പ് ഷീൻ്റെ ജീവിതത്തിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നിയതാണ്, എൻ്റെ സ്വന്തം നിരീക്ഷണമാണ്. ബിഷപ്പ് ഷീൻ്റെ പുസ്തകത്തിലാണ് ഈ പത്രോസ് സകലക്കൂടി കർത്താവിനെ അനുഗമിച്ചത് നെഗറ്റീവ് പോയിൻ്റായിട്ട് പറഞ്ഞത്. പത്രോസ് ഇപ്പം ഒരു തുറപ്പ് കാണിച്ച കണ്ടില്ലേ? എന്താണ് അകലക്കൂടി അനുഗമിച്ചതൊന്നുമല്ല. ഒരു തരം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിനെ കൊണ്ടാവാൻ പോയേനെ, അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. ഡബിൾ ചങ്കന് ശരിക്കും പറഞ്ഞ ഗലീലൻ മുക്കുവനല്ലേ, അവനാണ് വെട്ടിയത്. 200 പേരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒറ്റ വടിവാളം കൊണ്ട് കർത്താവ് ആ മാർക്കോസിൻ്റെ ചെവി വെട്ടി. അവൻ്റെ ചെവിയല്ലേ വെട്ടി, എൻ്റെ പെടലിക്ക് വെട്ടിയതാണ്. കർത്താവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെവിയായിപ്പോയതാണ്. അതാണ് പത്രോസിനെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ഇപ്പം വന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്
പത്രോസെ വാൾ ഉറയിലിടാൻ പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ നിന്നെ അതല്ലല്ല പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. നീ പഠിക്ക കൊണ്ടുവന്ന് കുട ഉടക്കുകയാണെന്ന് ചോദിച്ചു. ഇത്രയും അതല്ല, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തവരാ എന്നെ പറഞ്ഞത്. അപ്പം നീ വാളും എടുത്താണ് ഈ അവസാനം വന്നിരിക്കുന്നത്, വാൾ ഉറയിലിടാൻ പറഞ്ഞു. പത്രോസിന് പറയണമെങ്കിൽ പറയാം, കർത്താവ് പിടിക്കപ്പെട്ടു, കർത്താവ് വെട്ടിയത് പത്രോസാണെന്നുള്ളത് അവിടുത്തുള്ള 200 ശത്രുക്കൾക്കും അറിയാം. അവർ പത്രോസിനെ അച്ചാറാക്കി കളയും, വെട്ടുനുറുക്കി. പക്ഷേ എന്നിട്ടും കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ആ മനുഷ്യൻ ആയുധം ഉറയിലിട്ട് നിരായുധനായിട്ട് നിന്നു. കാര്യം എന്താണ്? ഗുരുവിൻ്റെ വാക്കിനായിരുന്നു വില. സ്വന്തം ജീവനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ ജീവൻ സമർപ്പിച്ചതാണ്. ഇതാണ് തുറുപ്പ്. ഈ തുറുപ്പ് അവൻ കാണിക്കും. എന്താ പറയണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്ന ചോദ്യങ്ങളില്ലേ, അതല്ലേ നമ്മളിവിടെ വരെ എത്തിച്ചത്. ഇപ്പം ചോദിക്കണത് എന്താണ്? ഇപ്പോഴത്തെ ചോദ്യം, നീ എന്നെ ഇവരെക്കാൾ ഞാൻ സ്നേഹിക്കുന്നുവോ എന്ന് പറയുമ്പോൾ ആ പഴയ തുറുപ്പ്, കർത്താവേ നിനക്കെല്ലാം അറിയാം. ദൈവ പൈതലെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന, ക്രിസ്തുവിന് മാത്രം അറിയാവുന്ന ഒരു എല്ലാം ഉണ്ടാകണം. പത്രോസിനുണ്ടായിരുന്നു. അപ്പോഴാണ് കർത്താവ് പൂർണ്ണ ചുമതല ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. പൂർണ്ണ ശുശ്രൂഷ ഏൽപ്പിക്കാൻ കർത്താവിന് നിനക്ക് മാത്രം അറിയാവുന്ന അധികാരമാണ്. നമ്മളിങ്ങനെ ധ്യാനം തുടങ്ങിയത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. കാറ്റും കടലും പോലും ഇവൻ ആശ്രയിക്കണം, ഇവൻ ആരാണെന്നുള്ള ധ്യാനം തുടങ്ങിയിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. നീ ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. പത്രോസ് അതിന് പറയുന്ന മറുപടി എന്താണ്? അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അറിവിൽ വെച്ചാണ് സമ്പൂർണ്ണമായ ശുശ്രൂഷ ഏൽപ്പിക്കണം. ശുശ്രൂഷയാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ കർത്താവിനെ കുറിച്ച് അറിയുകയും ആ അറിവിനെ സ്നേഹത്തോടെ സ്വയം സമർപ്പിക്കുകയും ചെയ്യാൻ കർത്താവ് നമുക്ക് നൽകുന്ന വിളിയാണ്. എന്താണ്? അറിവ്, അനുഗ്രഹം, പിന്നെന്താണ്? അഭിഷേകം, പിന്നെന്താണ്? അധികാരം. ഇതൊരു വളർച്ചയാണ്, ക്രിസ്തുവിലുള്ള വളർച്ച. ഈ ധ്യാനത്തിലൂടെ ക്രിസ്തുവിൽ വളർന്നു വരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അലക്സ്, ഇത് ഞങ്ങളുടെ ബാവ റെയിലിൻ മറിയം അലക്സ്. ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാൻ ഉള്ള അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ബാക്കിലൊരു തൂണുണ്ട്. അന്ന് ഇവിടെ വന്ന് നിന്ന് എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്. അപ്പം ഞാൻ അതിന് ഗുളിക കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഭയങ്കര ഓർക്കക്ഷീണത്തിലാണ് ഞാൻ വന്നത്. അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ്സൊക്കെ കൂടിയ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു, എടി നീ എടുക്കുന്ന ഉടമ്പടി? ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, അമ്മ തന്നെ എടുത്താൽ മതി, വെറുതെ എടുത്തിട്ട് ഉഴപ്പുന്നതിലും നല്ലത് എടുക്കാതിരിക്കുകയല്ല, കാരണം അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഈ മൂലക്കിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയ സ്ഥലത്ത് വന്നിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. 2023 ഞങ്ങൾ കാനഡയിലായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ജൂൺ മാസത്തിലായിരുന്നു. അതുകൊണ്ട് എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, ജൂൺ മാസം 2023 ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയത് ഞങ്ങളൊരു കുഞ്ഞിന് പ്രിപ്പയർഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു കുഞ്ഞ് വരും എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയെന്ന് ഞാൻ അറിയുന്നത്. ജസ്റ്റ് ഒരു റാൻഡം ചെക്കിൽ ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു, ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം അതെൻ്റെ ഇച്ചാൻ്റെ ബർത്ത്ഡേയുടെ, ഇച്ചാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിലും വലിയൊരു ഗിഫ്റ്റൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ വേദന വന്നു, ബ്ലീഡിങ് ആയി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ കാനഡയിലായത് കാരണം തന്നെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ.
നമ്മളവിടെ വർക്ക് ചെയ്യുന്ന കാര്യം, ഞാനൊരു നേഴ്സാണ്, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും അതൊരു ബോധോടല്ല. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോയാലും അതൊരു 5-6 മണിക്കൂർ വെയിറ്റ് ടൈം മിനിമം കഴിഞ്ഞിട്ടേ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ തന്നെ പറ്റുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി, ബ്ലീഡിങ് ആയി. അപ്പം ഞാൻ മെറ്റേണിറ്റി നഴ്സും കൂടെ ആയത് കാരണം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അവരെൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി, ഇതൊരു മിസ്കാരേജിലോട്ടാണ് നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം തുടങ്ങി. എന്നാലും ഡോക്ടർമാരുള്ളിൽ വിളിച്ചു, ഇത് ഒരു എക്ടോപിക് പ്രഗ്നൻസി വല്ലതും ആണോ, ട്യൂബിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി. അത് ഞങ്ങൾക്കൊരു വലിയ സങ്കടമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അത് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടമായിരുന്നു. പിന്നെ അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുക. എനിക്ക് ഒട്ടും നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ആയിട്ട് ഞാൻ വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഈ മിസ്കാരേജിൻ്റെ ഇത് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഞങ്ങളോട് 1 മാസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പം അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മേനെ വിളിച്ചിങ്ങനെ മിസ്കാരേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എടി മമ്മിയുടെ ചേച്ചിയുടെ മോള് പുള്ളിക്കാരിയും പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് പറ്റിയതുപോലെ ആവരുത്, എനിക്ക് എന്തുകൊണ്ടാണ് പറ്റിയതെന്നും എനിക്കറിയത്തില്ല, ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ചേച്ചി സൂക്ഷിക്കണം, കാര്യമായിട്ട് തന്നെ നോക്കണം, വെയിറ്റ് ഒന്നും എടുക്കരുത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചിക്കത് പേടിയായോ എന്ന് എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ചേച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചേ, ചേച്ചിക്ക് അപ്പടി പേടിയായെന്നാണ് തോന്നുന്നത്, നീ എന്തിനാ പേടിപ്പിക്കാൻ പോയേ, നിനക്ക് പറ്റിയത് ഇനി ആർക്കും പറ്റരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ ഓൾറെഡി മറ്റേത് എനിക്ക് ഞങ്ങളൊരു 2 months ഓൾറെഡി ആയപ്പോഴായിരുന്നു മിസ്കാരേജ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലേ നീ എന്തിനാ 2 months എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ തന്നെ 2 ആഴ്ചയല്ലേ ആയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. ഭയങ്കരമായിട്ട് അമ്മേനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കരയാൻ തുടങ്ങി. ഇച്ചാൻ എൻ്റെ കൂടെ ഇല്ല, ഡ്യൂട്ടിയിലായിരുന്നു. ഇച്ചാനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനന്ന്. എൻ്റെ മനസ്സിൽ അന്നേരം ആരോ ഇങ്ങോട്ട് എൻ്റെ മനസ്സിലിരുന്ന് തോന്നിക്കുക, നീ എന്തിനാ കരയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. അപ്പം എൻ്റെ മനസ്സിലാരോ ഇരുന്ന് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ എന്തിനാ കരയുന്നത്, നിനക്ക് ഞാൻ തന്നിട്ട് പോയൊരമ്മയില്ലേ അവിടെ, നീ അതിനെ വിളിച്ച് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അമ്മയോട് പറഞ്ഞ് കരയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടെങ്കിലും ഞാൻ ജപമാല ഒന്നും ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു. മാതാവിനെ ഇഷ്ടമില്ലാന്ന് ചെല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ജപമാല ചെല്ലാൻ, ഞാനങ്ങനെ ചെല്ലാറില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ ആ മാതാവിനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രോട്ടോ ഉണ്ട് മാതാവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഓരോ ഞരമ്പിലും ചോര വന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എന്നോട് ഇച്ചായി വിളിച്ച് പറഞ്ഞു, നീ പേടിക്കണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് സമയമാകുമ്പം മാതാവ് ഈശോയും തരും, നീ പേടിക്കണ്ട എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ മാസം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്, എനിക്ക് പകരം ആരോ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ സാമ്പിൾ കൊടുത്ത് തന്നെ ആരോ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇച്ചാനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന്. കാരണം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഞാനിതിങ്ങനെ ആലോചിച്ച് കൊണ്ട് നടിക്കുന്ന കാരണം അങ്ങനെ കണ്ട സ്വപ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും, ഒരു സൺഡേ ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇച്ചായ ബേബി ഓൺ ദ ബോർഡ് എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു. അപ്പം ഇച്ചായനോട് പറഞ്ഞു, എടി സാരമില്ലടി, നീ സങ്കടപ്പെടാതെ, എനിക്കറിയാം, നമുക്ക് കിട്ടും, മാതാവ് തരും എന്നൊക്കെ, ഈശോ തരും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കരയില്ല. തിങ്കളാഴ്ച എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു റുട്ടീനാണ്, എന്ത് ചെക്കപ്പിന് നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കാരണം 1 മാസം പോലും ആകുന്നേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് മിസ്കാരേജ് നടന്നിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആവുന്നൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ സാമ്പിൾ കൊടുക്കുകയെന്ന് പറഞ്ഞു. സാമ്പിൾ കൊടുത്ത് ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഡോക്ടർ ഡോറ് തുറന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ജോസ്ലിൻ കൺഗ്രാജുലേഷൻസ്, യു ആർ പ്രഗ്നൻ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. അമ്മ, എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. അത്രയും സന്തോഷം വന്നു ഞങ്ങൾക്ക്. അങ്ങനെ വന്നു. ഞാൻ പുറത്തിറങ്ങി, ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇച്ചായോ ഞാൻ പിന്നെയും കൺസീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് അത്ഭുതം അവിടെ നടന്നു. കാരണം 1 മാസം തികയുന്നേ ഉള്ളൂ ആദ്യത്തെ മിസ്കാരേജ് സംഭവിച്ചിട്ട്.
എന്തായിരുന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് സന്തോഷമായി. തിരിച്ച് ഞങ്ങൾ വന്നു. ആ പ്രഗ്നൻസി ഒരു 9th വീക്ക് ആയപ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളും. അന്ന് ഞാൻ വീട്ടിലായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിപ്പോയി, ഇതെന്താ ചെയ്യണ്ടേ. പിന്നെ ഞാൻ തന്നെ വണ്ടി വിളിച്ച് ഊബർ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹസ്ബൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു. അവിടെ ചെന്ന് രാത്രി ആയത് കാരണം അവർ പോർട്ടബിൾ UST, ഇപ്പോൾ നഴ്സിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കറിയായിരിക്കും, ബെഡ് സൈഡിൽ അവർ കൊണ്ടുവന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ജസ്റ്റേഷണൽ സാക്ക് കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബേബിനെ കാണുന്നില്ല. ഞാൻ പിന്നെയും തകർന്നു പോയി. ദൈവമേ, നീ പിന്നെയും തിരിച്ചെടുക്കുവാണോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മെറ്റേണിറ്റി നഴ്സ് ആയതുകൊണ്ട് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ഇതെവിടെ എൻ്റെ HCG സ്റ്റിൽ ഹൈ ആയിരുന്നു. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞത് കാരണം എനിക്കൊരു പ്രതീക്ഷയും വെക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ചേച്ചിയുടെ സാക്ഷ്യം, ബിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സാക്ഷ്യം കാണുന്നത്. ആ ചേച്ചിയുടെ അനിയനെ തിരിച്ച് മരിച്ചു എന്നുള്ളിടത്തു നിന്ന് ചേച്ചിയുടെ അനിയനെ തിരിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്ക് പകുതി ജീവൻ വീണു. ഒന്നും പറ്റത്തില്ല, മാതാവ് തരും, ഈശോ തരും, ഇതിനെ ഒരു കുഴപ്പവും കൂടാതെ തരും എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ വന്ന് ഇൻറ്റേർണൽ സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശ്രൂപമാണ്, വെഞ്ചരിച്ച നമ്മുടെ ഉടമ്പടി കാശ്രൂപമല്ല, സാധാ ഒരു കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ സ്കാൻ ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ സ്കാനിങ് മെഷീൻ്റെ സൈഡിൽ കണ്ടു. ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്കാനിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാരണം ഞാൻ ഇങ്ങനെ കണ്ടു ഹാർട്ട് ബീറ്റ് 142 എന്നും പറഞ്ഞ് HR എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ടായിരുന്നു, യൂട്രസിൽ അവിടെ എന്തോ ഒരു ഹെമറ്റോമ ഉണ്ടെന്നോ എന്തൊക്കെയുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാര്യമാക്കില്ല. എനിക്ക് ഉറപ്പായിരുന്നു, വിശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ കൊച്ചിനെ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു തരുന്നു. അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുകയാണ്. ഒരു ദിവസം, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്വപ്നം കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ സ്വപ്നം കാണുകയാണ്, എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് വേറെ ബെഡിലൊരു ചേച്ചി, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാഫ് വന്നിട്ട്, ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു ബ്ലൂ കാർഡ് വെട്ടി ഗേൾ എന്നുള്ളൊരു കാർഡ് എനിക്ക് തരിക, ഗേൾ ബേബി ആന്നുള്ളൊരു കാർഡ്. അപ്പോൾ ഇവർക്ക് അന്നേരം ഒരു 10 വീക്ക് ആയതേ ഉള്ളൂ. അപ്പോൾ 10 വീക്കിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റത്തില്ല പുറത്താണെങ്കിൽ കൂടി. അപ്പം ആ ഒരു 10ാമത്തെ ആഴ്ച തൊട്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ വയറ്റിലുള്ളത് ഒരു പെങ്കൊച്ച് തന്നെയാണ്. അത് കാരണം ഞങ്ങൾ അന്നേ തീരുമാനിച്ചു ഇവൾ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പേര് മറിയം എന്നിടും, പേര് കൂട്ടിയിട്ട് ഞങ്ങൾ പേരിടത്തുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അവൾക്ക് റെയ്ലിൻ മറിയം അലക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായിരുന്നൊരു രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഒരു എക്സാം ഉണ്ട് നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയായിരിക്കും, വൺ ഓഫ് ദി ടഫസ്റ്റ് നഴ്സിംഗിലെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒന്നാണ് NCLEX എന്ന് പറഞ്ഞ എക്സാം. ആ എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്, കാരണം അത്രയും ടഫാണ്. അപ്പോൾ അതിന് എലിജിബിലിറ്റി കിട്ടുക എന്നുള്ളത് ആകെ 2 വർഷത്തേക്ക് ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ അവർ എലിജിബിലിറ്റി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു കൊല്ലം ഓൾറെഡി ഡെലിവറിയും കാര്യങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് അതങ്ങ് പോയി. പിന്നൊന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എക്സാം എഴുതാം എന്നുള്ള കാര്യത്തിൽ പ്രിപ്പയർഡായി വന്നപ്പോൾ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നൊരു അക്കൗണ്ട് ഉണ്ട്, ഇവരിങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് ഓൾറെഡി എക്സ്പയറി ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഓൾറെഡി മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പയർഡായി വന്നപ്പോഴത്തേക്ക് ഇത് പോയല്ലോ എന്ന് ഓർത്തപ്പം അപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, നീ ഒന്ന് അവരെ വിളിച്ച് സംസാരിച്ച് നോക്കുക, അവരെന്തെങ്കിലും പറയുമോ നമുക്കറിയാമല്ലോ. അവരെ വിളിച്ച് സംസാരിച്ച് എന്തോ അവിടെ എൻ്റെ മെറിറ്റൊന്നും ഇല്ലാഞ്ഞിട്ടും ബൈ ഗോഡ് ഗ്രേസ് ആ അക്കൗണ്ട് എനിക്ക് അവർ റിക്കവറാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ നാട്ടിൽ വന്നു, എക്സാമിന് പ്രിപ്പയർ ആവാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. കൊച്ചുള്ളത് കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞു കൊച്ച് 10 മാസം, അതിന് അമ്മേനെ വേണ്ട സമയമാണ്. അതിനെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ NCLEXന് പ്രിപ്പയർ ചെയ്യുന്നത് 4000 ക്വസ്റ്റ്യൻ 3000 ക്വസ്റ്റ്യനൊക്കെ ചെയ്യും. ഞാൻ വെറും 800 സംതിങ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്, കാരണം എന്നെക്കൊണ്ട് അത്രയും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനോട് ചോദിക്കും, മോനെ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എല്ലാം കിട്ടുമോ, അവരൊക്കെ പ്രതീക്ഷ വെച്ചിട്ടിരിക്കും. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞുള്ളൂ, അമ്മ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് കണക്കാ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഫെബ്രുവരി 6 മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോവാം. ഫെബ്രുവരി 6 ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ 3 സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ എക്സാം എഴുതാൻ പോയി. ഇപ്പോൾ ആ എക്സാമിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു, ഞാനും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു.
അപ്പം ഉപ്പിട്ട് ആ എക്സാമിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഓരോ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപ്പിട്ട് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് എക്സാം എഴുതുന്ന സമയം വരെ ഹാളിൽ വരെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ എക്സാം എഴുതി. പക്ഷേ എന്നിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും എക്സാം എഴുതി ഞങ്ങൾ ബാംഗ്ലൂരാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു. ഞാനാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. 2026 ജനുവരി 26 മുന്നേ എനിക്ക് NCLEX പാസ്സാവണം. ജനുവരി 26 എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ്. അപ്പോൾ ആ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് ആ ഡേറ്റിൽ തന്നെ എനിക്ക് പാസ്സാവണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം, ആ ഡേറ്റിനുള്ളിൽ പാസ്സാവണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എക്സാം പാടായിരുന്നു. തിരിച്ച് റൂമിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ഡാഡി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. ഞാൻ ആദ്യം പറഞ്ഞു എന്നോടൊന്നും ചോദിക്കേണ്ട, പാടായിരുന്നു പരീക്ഷ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഡാഡി പറഞ്ഞു സാരമില്ല പോട്ടെ, ഇതായിരിക്കത്തില്ല നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞു. എന്നാലും പിന്നെയും ഡാഡി ചോദിക്കുന്നുണ്ട് എത്രാമത്തെ ക്വസ്റ്റ്യനിൽ ഓഫായി. 85ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഓഫായി. ജയിച്ചിട്ടാണോ ഓഫായത് തോറ്റിട്ടാണോ ഓഫായതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് തിരിച്ച് ഞാൻ എയർപോർട്ടിലിരുന്നപ്പം തിരിച്ച് വരാൻ വേണ്ടി എയർപോർട്ടിലിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കും, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ലായിരിക്കും, ചിലപ്പം ഇതിലും വലിയ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വേണ്ടവരും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാലൊക്കെ നടക്കുകയുള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിണങ്ങിയൊന്നുമില്ല. മാതാവിൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞില്ല. ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ പൊട്ടബുദ്ധിയിലിരുന്ന് ആലോചിച്ചതാണ്. പക്ഷേ തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പം ഫ്ലൈറ്റ് മോഡിൽ നിന്ന് ഫോൺ മാറിയപ്പം എനിക്ക് മെയിൽ വരുവാണ്. 2-3 ദിവസം കഴിയേണ്ട മെയിലാണ്. അന്ന് എനിക്ക് മെയിൽ വരുവാണ്, കൺഗ്രാജുലേഷൻസ് ജോസ്ലിൻ, വി ആർ ഇൻഫോമിങ് ദാറ്റ് യു ഹാവ് പാസ് ദ NCLEX എക്സാം എന്നും പറഞ്ഞുകൊണ്ട്. അതെൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ വെറും 800 ക്വസ്റ്റ്യൻ ഈ കൊച്ചിനെ ഇട്ടിട്ട് ചെയ്തിട്ട് പോയത് മാതാവിൻ്റെ വലിയ അനുഗ്രഹവും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് വലിയൊരു അനുഗ്രഹത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് ആദ്യം ഉണ്ടായിരുന്ന വർക്ക് പെർമിറ്റ് 2024 എക്സ്പയറി ആയി. അപ്പം അത് എക്സ്പയറി ആയി നമ്മൾ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കണമായിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ്, ഇച്ചാൻ്റെ ലൈസൻസ് എനിക്കില്ല, ഇച്ചാൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് പുതുക്കിയില്ല. ഞങ്ങൾ 2024 ആദ്യം വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി പോയി കഴിഞ്ഞ് നമ്മളത് വെക്കുന്നതിന് മുന്നേ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാലിഡ് ആയിട്ടൊരു വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് അവർ ലൈസൻസ് പുതുക്കി തരത്തില്ല ഒരു പ്രൊവിൻസും. അപ്പം ഞങ്ങൾക്കത് വരെങ്കിൽ, കാരണം അവിടെ ഒരു ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ അടുത്ത് നമ്മൾ 2 മണിക്കൂർ ബസ്സിന് ട്രാവൽ ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ. അപ്പോൾ അത് ഇല്ലാത്ത കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഞാൻ പറഞ്ഞു ഒരു ദിവസം ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കൂടിക്കൊണ്ടിരിക്കാം, ആ സമയത്ത് അച്ഛൻ പോയി അപ്ലൈ ചെയ്തിട്ട് വാ, കിട്ടിയാൽ കിട്ടട്ടെ, അത് നമുക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് പോയി ഞാൻ മുട്ടുകുത്തി നിന്ന് ഉടമ്പടി ധ്യാനം മുഴുവൻ കൂടി ആ 2 മണിക്കൂർ. അത് കൂടിക്കഴിഞ്ഞ് ധ്യാനം തീരുന്നതിന് മുന്നേ തന്നെ ഇച്ചായനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എന്നെ കുട്ടാന്നാണ് ഇച്ചാൻ വിളിക്കുന്നത്, നമുക്ക് കിട്ടി, ലൈസൻസ് കിട്ടി, അതിന് 2 കൊല്ലത്തേക്ക് അവർ നീട്ടിക്കൊടുത്തു, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാഞ്ഞിട്ടും കൂടെ. പിന്നെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിലെ ഗ്യാസ് മണക്കുന്നുണ്ട്, ഗ്യാസ് നന്നായിട്ട് മണക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഗ്യാസ് മണക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം നിൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്, എൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ നീ അവിടുന്ന് വലിയ മണമൊന്നും ഇല്ലാണ്ട് ഇവിടെ വരുന്നതുകൊണ്ടാണ് നിനക്ക് മണം കാര്യങ്ങളൊക്കെ, എന്നെ ഇവരിങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഇടവകയിലൂടെ ഇങ്ങനെ ഞങ്ങളുടെ ഫാത്തിമാതാവിൻ്റെ ഇടവകയായിരുന്നു. അപ്പം ഇടവകയിലൂടെ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിൽ കൂടെ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു മാതാവ് ഇരിക്കുന്നത്. ഒരു ദിവസം ഹാളിൽ ഫ്രണ്ടിലിരുന്ന മാതാവിനെ ഞാൻ കൊണ്ടുപോയി സൈഡിലോട്ട് വെച്ച്, മാതാവ് നേരെ ഫേസ് ചെയ്തിരിക്കുന്ന അടുക്കളയിലോട്ടാണ്. അത് കാരണമൊക്കെ ആണോ എന്നറിയത്തില്ല, ആ ഗ്യാസ് മണക്കുന്നത് കുറേ നാൾ അങ്ങനെ നിന്നു, ഒരു 3-4 മാസം അങ്ങനെ നിന്നു. ഒരു ദിവസം ഗ്യാസിൻ്റെ സ്റ്റൗ അങ്ങ് കേടായിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്താണേലും നമുക്കത് മാറ്റിക്കഴിഞ്ഞപ്പോൾ മാറ്റാൻ വേണ്ടി ഞങ്ങൾ പുതിയത് മേടിച്ചതെല്ലാം കഴിഞ്ഞ് മാറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞ്, ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരുമ്പോൾ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ സിലിണ്ടറിൽ നിന്ന് ഓഫ് ചെയ്യുന്ന സമയം അല്ലാണ്ട് ബാക്കി സമയമൊക്കെ ഗ്യാസ് ലീക്കായിട്ടിരിക്കുക. ഈ സ്റ്റൗ കേടായ സമയത്ത് ഇത് കത്തിക്കാനുള്ള തന്ത്രപ്പാടില്ല, അമ്മ ലൈറ്ററൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇത് തീ പിടിച്ചില്ലെന്ന് നമ്മൾ അറിയാതെ നമ്മളെ സംരക്ഷിക്കുന്ന മാതാവിൻ്റെ ഈശോയുടെയും കാര്യമാണ് നമ്മൾ അന്നേരം ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഞങ്ങൾ അറിയാണ്ടിരുന്നൊരു സംഭവമാണ്, ആ ട്യൂബ് ഒടിഞ്ഞിരുന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് ലീക്കായിക്കൊണ്ടിരിക്കുക. അത് 4 മാസമായി അല്ല അത് പോകാൻ തുടങ്ങിയിട്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം.
അങ്ങനെ അതിരുന്ന് അപ്പം നോക്കിയപ്പോഴാണ് മാതാവ് കറക്റ്റ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാവും കറക്റ്റ് അടുക്കള ആ ഭാഗത്തോട്ടാണ് നോക്കിക്കൊണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ടേ നമ്മൾ അറിയാണ്ട് ഇരിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന ഈശോയും മാതാവും ഉള്ളപ്പോൾ നമ്മൾ വേറെ എന്തിനാ പേടിക്കേണ്ട കാര്യം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ മാതാവും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചു. അത് ഞങ്ങൾ പോലും ചോദിക്കാത്തൊരു കാര്യം, ഞങ്ങൾ ഉടമ്പടിയിലോ ഒന്നിലും വെക്കാത്തൊരു കാര്യം, നമ്മൾ അറിയുന്നില്ല വീട്ടിൽ ഗ്യാസ് ലീക്കാവും എന്നുള്ള കാര്യമൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. വേറൊരു കാര്യം, നമ്മളിപ്പം അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും പറയും, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളതാ മാതാവിന്, അത് കാരണം സമയ ചുരുക്കത്തിന് മാതാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ശരിയാണ്, കാനായിലെ കല്യാണ പേരിൽ ഈശോയുടെ സമയമാവാനിട്ട് പോലും മാതാവ് അപേക്ഷിച്ചതിൻ്റെ പേരിൽ ഈശോ അന്നേരം അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ PR-ന് ഫയൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫയൽ വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 11 മാസമായിട്ട് ആ ഫയൽ ഒന്നും അനങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ മാമോശയായിരുന്നു ജനുവരി 26-ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി പോയി ഒരു ഫുഡ് പോയ്സൺ അടിച്ച് ഇന്നലെ വരെ ഞാൻ കിടപ്പായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട്, അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും കൃപാസനത്തിൽ പോവാം, സാരമില്ല. ഇപ്പോൾ ഒരു 3 സാക്ഷ്യം പറയുമെന്നാണ് ഞാൻ നേർന്നിരുന്നത്. ഒന്ന് എൻ്റെ കുഞ്ഞുണ്ടായത്, പിന്നെ NCLEX പാസ്സായതിന്, അതായിരുന്നു എൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ PR-ൻ്റെ ഫയൽ അവർക്ക് കിട്ടി, AOR വരും, അത് പറയും എന്നുള്ള സാക്ഷ്യമായിരുന്നു ഞാനിങ്ങനെ മനസ്സിൽ നേർന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, ജനുവരി 30 ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഒന്നുകൂടെ എക്സ്റ്റൻഷന് കൊടുത്തായിരുന്നു, ഈ കഴിഞ്ഞ ജനുവരി 30-ന്. അപ്പം അത് പറയാം എന്നൊക്കെ വിചാരിച്ച് എന്താണേലും മാതാവ് തരും, ഇച്ചിരി സമയം വൈകിയാലും തരും എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. ഇന്നലെ എൻ്റെ കുഞ്ഞിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് എക്സീമയുണ്ട്. അപ്പം വെയിലും കാര്യങ്ങളും ചൂടും കുറച്ച് പ്രശ്നമായിട്ട് ഞങ്ങൾ റൂം വന്ന് എടുത്ത് ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ വിളിച്ച് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ റൂം വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാം, നേരത്തെ വെളുപ്പിനൊന്നും പോരാന്നൊക്കെ കരുതിയതിൻ്റെ സമയം 10 മണിയായപ്പോൾ ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത ചേട്ടൻ ഞങ്ങളെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ AOR വന്നു. AOR മാത്രമല്ല ബയോമെട്രിക്സ്. ഞാൻ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ 3 സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പിടിക്കാൻ കിട്ടിയതും മാതാവിനെ. അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെ ജപമാല പോലും ചെല്ലാത്ത എനിക്ക് മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടും, അതെൻ്റെ വിശ്വാസമാണ്. പിന്നെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് തന്നെ ആ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ജപമാല ചെല്ലാം എന്നുള്ളൊരു, എൻ്റെ അമ്മ ജപമാല ചൊല്ലിയിട്ടാണ് ലാസ്റ്റ് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ളിൽ അതിൻ്റെ ലാസ്റ്റത്തെ സായന പ്രാർത്ഥന ഉടമ്പടിയുടെ ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വിചാരം ഉടമ്പടി എടുത്താൽ ജപമാല നിർബന്ധമായിട്ടും ചെല്ലണം എന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എനിക്ക് ജപമാലയായിട്ട് എൻ്റെ ഇടവകയിലുള്ള, ഞാൻ ഫാത്തിമ മാതാവിൻ്റെ ഇടവകയാണ്. ഫാത്തിമ മാതാവ് മെയ് 13-ന് പ്രത്യക്ഷപ്പെട്ട, അന്ന് മെയ് 13-ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം അങ്ങനെയൊക്കെ ജപമാലയായിട്ട് കുറേ കണക്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ ചെല്ലാത്ത ഒരാളായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ അതെന്നും ഒരു ഇതായിട്ട് കിടക്കുമായിരുന്നു, ഞാൻ എന്താ ജപമാല ചെല്ലാത്തത്, മാതാവിന് ഇഷ്ടമില്ലാന്ന് ചെല്ലട്ടോ, അങ്ങനെ ആരും വിചാരിച്ചേക്കരുത്, ഭയങ്കര ഇഷ്ടമാണ്, ഈശോനെ ഇഷ്ടം. ഞാൻ ഫുൾ ഈശോ ആയിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു. എനിക്ക് ഈശോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോഴും അങ്ങനെ ഈശോ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയല്ല, ഞാൻ ഈശോ ആയിട്ട് ഡയറക്റ്റ് പറയാം, മാതാവ് വഴി അങ്ങനെ പറയുന്ന ഒരു പരിപാടി എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നാലും അത് മാതാവ് വഴി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അമ്മ പറഞ്ഞാൽ മകന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം പിന്നെ എനിക്ക് മനസ്സിലായി. അത് കാരണം ഞാനിപ്പം ജപമാല ചെല്ലുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ എനിക്ക് കുറേ ആത്മീയ കാര്യങ്ങൾ നടന്ന ഒരു വലിയ കാര്യമാണ് ജപമാല. അതുപോലെ തന്നെ ഇത് വെച്ച് ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും കുറച്ചൊക്കെ വൈകിയിട്ടുണ്ടെങ്കിലും വൈകിയതിൽ എനിക്ക് ഒരു പരാതി ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം തന്നെ സാധിച്ചു കിട്ടണം അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ കാര്യം അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് എനിക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് അത്രയും കിട്ടിയാൽ മതി. ഇത് നടന്നാലും നടന്നില്ലെങ്കിലും ഈശോയും മാതാവ് എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു പരിഗണന കിട്ടുന്ന അത്രയുള്ളൊരാഗ്രഹമുള്ളൂ എനിക്ക്. അപ്പോൾ ഇത് ഇന്നത് നടക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വർഗം തുറന്ന് സ്വന്തം മോനെ തന്നൊരപ്പൻ, സ്വന്തം മോൻ കൺമുന്നിൽ കിടന്ന് ചാട്ടയടി ഏറ്റിട്ടും ഒരു പരാതിയും കൂടാതെ മകനെ തന്ന ഒരമ്മയുണ്ട്. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സംരക്ഷണത്തിനൊക്കെ മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മ, നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ ഒരു തെറ്റും ചെയ്യാണ്ട് മരിച്ചവരുമായി. നമുക്കിതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈശോ നമ്മുടെ കൂടെയുണ്ട്, മാതാവ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, കാനഡയിൽ ഞാൻ കാനഡയിലായിരുന്ന കാരണം ഈ ഫുഡ് കൊണ്ടുപോയി കൊടുക്കൽ അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. നമുക്കറിയത്തില്ല ആൾക്കാർക്ക് എന്തൊക്കെ ഫുഡ് അലർജിയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ കോൺസിക്വൻസ് കൂടുതലാണ്.
അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാരുണ്യ പ്രവൃത്തി ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പൈസ കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല. കാനഡയിലൊക്കെ ഡ്രഗ് ലീഗലായത് കാരണം അവരത് മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഒന്ന് സങ്കടത്തോടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്വർഗ്ഗസ്നായ പിതാവേ നന്മ പറഞ്ഞറിയുമ്പോൾ ചെല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവരും. അതിലൊത്തിരി പേര് സഹായം അഭ്യർത്ഥിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിതവേല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃപാസനത്തിലെ പത്രം ഓൺലൈനായിട്ട് ഷെയർ ചെയ്യും. ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളും ടോക്കുകളും അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു മീഡിയ വഴി. പിന്നെ ഇങ്ങനെ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും എനിക്ക് കിട്ടുന്ന സാക്ഷിയൊക്കെ ഞാൻ പിടിച്ചിരുത്തി പറയുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരുടെ അടുത്ത്, വീട്ടിൽ കുറച്ച് വിശ്വാസമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ പിടിച്ചിരുത്തി എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞ് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത ജീവിതം നടന്നത്. ഇന്നിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈശോയുടെയും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ. നടന്നില്ലെങ്കിൽ ആരും വിഷമിക്കരുത്. അത് നിങ്ങൾ കാണാതെ പോയ എന്തോ ഒരു കാര്യത്തിലുള്ള സംരക്ഷണമായിട്ട് മാത്രം കരുതുക. അത്രയേ ഉള്ളൂ. നന്ദി. മക്കബായർക്ക് എഴുതിയ 3-ാം അധ്യായം 30-ാം തിരുവചനം. അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റിനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം തലതല്ലി. ജോസ്ലിൻ അലക്സ് എന്ന ഈ മകൾ തൻ്റെ ബേബിയുമായി വന്ന് ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ഒപ്പം വന്ന് വളരെ ആഹ്ലാദം തിരതല്ലുന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഇന്നാണ് അവർ ഇവിടുത്തെ തീർത്ഥാടക ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയാനായി ഇവിടേക്ക് കയറി വന്നത്. എത്ര തന്നെ അസ്വസ്ഥതകളിലൂടെ കടന്നുപോയാലും എനിക്ക് ഈശോയോടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ ആ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുന്ന, ഈശോയ്ക്ക് സാക്ഷി നൽകുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ് മകളിവിടെ പങ്കുവച്ചത്. ഇവരുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി യൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ ഇന്നും നമുക്ക് വേണ്ടി ജീവനോടെ നമ്മോട് കൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതാവശ്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഈ മകൾക്ക് ഇവിടെ ഏറ്റുപറയാനുള്ളത്. ജോസഫ് അച്ഛൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, 30 മേനി ഫലം കൊയ്യുന്നവരും 60 മേനി ഫലം കൊയ്യുന്നവരും 100 മേനി ഫലം കൊയ്യുന്നവരും. അല്ല, 60 മേനി ഫലം കൊയ്യുന്നവരെ കുറിച്ചാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. അവർ ഇങ്ങനെയാണ്, തങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഈശോ എന്തു തന്നെയായാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് തരിക തന്നെ ചെയ്യും. 100 മേനി എന്ന് പറയുന്നത് എനിക്കിനി ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈശോ മാത്രം മതി എന്ന അമ്മയോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. 30 മേനി എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ നാം നമ്മുടെ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഇവിടെ ജോസലിന് പറയാനുള്ളത്, ഞാനൊരു 60 മേനിയോളം കൊയ്തെടുത്തിട്ടുണ്ട്, എന്നോടൊപ്പം ഈശോ എപ്പോഴുമുണ്ട്. പരിശുദ്ധ അമ്മ, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മ, അത് രക്തത്തിൽ ചവിട്ടി നിന്ന ഒരമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയ സന്ദേശമാണ് കൈമാറുന്നത്. എപ്പോഴും തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്ന ദർശനത്തിലൂടെ നൽകുന്നു. നമ്മുടെ ഒരു ഉടമ്പടി കണ്ടൻറ്റിൻ്റെ ഒരു വലിയ അടിസ്ഥാനം കൂടിയാണ്. നമുക്ക് സ്വപ്ന ദർശനങ്ങളിലൂടെ നമ്മളോടുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പിലൂടെ അമ്മ നമ്മെ അറിയിക്കും. അത് പെൺകുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന്, കുഞ്ഞിന് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ, ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ 10 ദിവസത്തെ വളർച്ചയിൽ തന്നെ മകൾക്ക് അതൊരു പെൺകുഞ്ഞാണെന്ന് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് അറിയിച്ചു കൊടുത്തു. അതുപോലെ ഇവരുടെ ഒരു വലിയ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് എൻക്ലക്സാറിന് വേണ്ടി മകളെ പരിശീലിപ്പിച്ച്, അതൊട്ടും തന്നെ യോഗ്യതയില്ലാത്തതാണ്, വളരെ കൃപയോടുകൂടി പരീക്ഷ എഴുതാൻ 4000 ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിരിക്കേണ്ട സമയത്ത് മകൾ പ്രിപ്പയർ ചെയ്തത് ഓൺലി 800 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ പരിശുദ്ധ അമ്മ യാതൊരു യോഗ്യതയുടെ കണിക പോലുമില്ലാതെ മകൾക്ക് വളരെ വലിയൊരു സമ്മാനമായിട്ടാണ് ആ വിജയം നൽകിയതെന്ന് മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ഈശോയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ജനുവരി 26 അവർക്ക് ലഭിച്ചിട്ടുള്ള ബയോമെട്രിക്സ് എന്ന വലിയ ഒരു സമ്മാനം. ഈ മകൾക്ക് ഇവിടെ ആ 3 സാക്ഷ്യങ്ങളും ഏറ്റു പറയണമായിരുന്നു. അത് 3നും ഈശോ അവർക്ക് അനുവാദം നൽകിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മെ മേലങ്കിയിൽ കാത്ത് പരിപാലിക്കുന്നതിൻ്റെ വലിയ അടയാളമാണ്. ഇവരുടെ വീട്ടിലെ 6 മാസത്തോളം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന.
ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻസ്. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ് എമ്മ. ഇത് എൻ്റെ മമ്മി മോളി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 7, 2024 ആദ്യം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുവാനിടയായി. അങ്ങനെ 2-3 സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് പ്രത്യേക നിയോഗങ്ങളോ ആവശ്യങ്ങളോ ഒന്നും വയ്ക്കുവാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയോ അല്ല ഞങ്ങൾ വന്നത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാന്നിധ്യവും അനുഭവം ഉണ്ടായത് ഒരിക്കൽ ഒരു സന്ധ്യാസമയമൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ ഇങ്ങനെ നിറയെ മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. എല്ലാ റൂമിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തു ഇത് എന്തായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യം വീണ്ടും കേൾക്കാനിടയായി. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ചേച്ചി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ ചേച്ചിക്ക് മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അനുഭവം, അത് മാതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായി ഞങ്ങളുടെ കൂടെയും മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഒക്ടോബർ 7 ആണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. എൻ്റേത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ കുഞ്ഞ് ഓപ്പോസിറ്റീവായിരുന്നു. അപ്പം RH ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് എൻ്റെ ബ്ലഡിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പായിട്ട് കുഞ്ഞിൻ്റെ RBCനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോൾ 8ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞ് വയറ്റ് വെച്ച് തന്നെ അനീമിക്കായി തുടങ്ങി. അപ്പം 8ാമത്തെ മാസം ഡെലിവറി ആയപ്പോൾ തന്നെ കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്തു. 2 പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. പിന്നെ ഡോക്ടർ അമൃതയിലേക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, വല്ലാണ്ടൊരു ഭയമൊക്കെ ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നില്ല. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഈ നെഗറ്റീവ് ബ്ലഡുള്ള മദേഴ്സിന് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നതാണ്. പക്ഷേ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ 8th മന്തിൽ വന്നതുകൊണ്ട് ഇനിയൊരു പ്രഗ്നൻസി ഡിഫിക്കൽട്ടാണ്. ഇനിയൊരു പ്രഗ്നൻസി വരുമ്പം കുഞ്ഞ് കുറച്ചും കൂടി നേരത്തെ അനീമിക്കാവും. അപ്പോൾ നമുക്ക് വയറ്റിൽ വെച്ച് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഉടമ്പടി 2-3 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് കൂടിയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെയും കൂടി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഇഷ്യൂവും പ്രോബ്ലം ഒക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നു. പക്ഷേ ഈശോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭയവും ടെൻഷനും ഒക്കെ പോയി. 2ാമത്തെ പ്രഗ്നൻസി ഞങ്ങൾ ഒത്തിരി പേടിച്ചായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ പേടി, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് 3ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനോ ഒരു ഭയമൊന്നും ഉണ്ടായില്ല. കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഡോക്ടർ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിന് പോകുമ്പോഴും എല്ലാം ഡെയിലി ബ്ലഡ് കൂടുമ്പോൾ എൻ്റെ സ്കാൻ റിപ്പോർട്ട്സും എല്ലാം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓരോ സ്കാനിന് പോകുമ്പോഴും കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഈ കുഞ്ഞ്, എൻ്റെ 2ാമത്തെ കുഞ്ഞ് 8ാമത്തെ മാസത്തിലാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ അനീമിക്കാൻ തുടങ്ങിയത്. പക്ഷേ 3ാമത്തെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 33ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ജീന ചിലപ്പം കുഞ്ഞ് O നെഗറ്റീവ് തന്നെ ആയിരിക്കും, എൻ്റെ അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ശരിയായിരിക്കും, ഈശോ ഞങ്ങൾക്ക് നെഗറ്റീവ് ബ്ലഡുള്ള ഒരു കുഞ്ഞിനെ ആയിരിക്കും തന്നത്, ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു.
അങ്ങനെ 35-ാമത്തെ ആഴ്ച ഞാൻ നാട്ടിൽ ഡെലിവറി ഇവിടെയായിരുന്നു. അപ്പം നാട്ടിൽ വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് 3ാമത്തേതും, അത് ഒന്നും കൂടെ റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടറും പറഞ്ഞു മിക്കവാറും കുഞ്ഞ് O നെഗറ്റീവ് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടാകാത്തതെന്ന്. അങ്ങനെ 37ാമത്തെ ആഴ്ച 9ാമത്തെ മാസത്തിൽ തന്നെയാണ് എൻ്റെ 3ാമത്തെ ഞങ്ങളുടെ മോളുണ്ടാകുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നോർമൽ ഡെലിവറിയിലാണ് കുഞ്ഞുണ്ടായത്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടായത്. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. അപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞ് O നെഗറ്റീവ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞ് O പോസിറ്റീവ് ആകുവാണെങ്കിൽ ഇത് ഈശോയുടെ വലിയൊരു ഒരു പ്രവൃത്തിയാണ്. എനിക്ക് ഈശോയെ കൂടുതൽ ഈ അൾത്താരയിൽ വന്ന് മഹത്വപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ വെറുതെ അമ്മയോട് പറഞ്ഞതാണ്, അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് O പോസിറ്റീവാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിൻ്റെ DCT ടെസ്റ്റ് ചെയ്തപ്പം അത് പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ബ്ലഡിലെ ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ ബ്ലഡിലും ഉണ്ട്, പക്ഷേ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഡെലിവറിയുടെ സമയത്താണെങ്കിലും ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ അത് അനുവദിക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കഴുത്തിലൊരു ബന്ധിങ്ങത്തിൽ ഉടമ്പടി കാശുരൂപം ഞാൻ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി ഒന്നും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എല്ലാം ഡെലിവറിക്ക് ശേഷം പിന്നെ കുഞ്ഞ് DCT പോസിറ്റീവ് ആയതുകൊണ്ട് ആൻറ്റിബോഡി റിയാക്ഷൻ ചെറുതായിട്ട് അതിന് ശേഷം ഉണ്ടായി. പക്ഷേ അതൊന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം സോൾവായി. ഞങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞിനെ ലഭിച്ചു. 3ാമത്തെ കുഞ്ഞ് വയറ്റി വെച്ച് തന്നെ പ്രോബ്ലം ആയിരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കുഴപ്പവും കൂടാതെ ഈശോ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് 3ാമത്തെ ഞങ്ങളുടെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് എമ്മ എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് ജോലിയുടെ ഒരു സാക്ഷ്യമാണ്, അത് ഹസ്ബൻഡ് പറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബിൻസ്, ഞാൻ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലിയുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല, എപ്പോഴും സ്ട്രെസ്സായിരിക്കും, എപ്പോഴും എസ്കലേഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സ്ട്രെസ് അത്ര അനുഭവപ്പെട്ടിട്ടില്ല. എപ്പോഴും ഒരാൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലാണ് എനിക്ക് എപ്പോഴും. എങ്ങോട്ട് പോകുമ്പോഴും ഓഡിറ്റുകളും എപ്പോഴും വന്നു കഴിഞ്ഞാലും ഇങ്ങനെ മുമ്പൊക്കെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാൾ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ട്. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കർത്താവുണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഈ ജോലി സമയം കിട്ടാത്തത് കാരണം ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു എനിക്കൊരു ജോലിയിലൊരു മാറ്റം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തരുന്നത്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മാനേജർ എന്നോട് പറയും, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി പിന്നെയും ഓപ്പൺ ആയിട്ടുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യും. അത് ഒരു എഫേർട്ടും ഇല്ലാതെ അത് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കിട്ടാനുള്ള സാഹചര്യം, അത് വർക്ക് ചെയ്ത ഒരാൾ ഒരു ഇയർലി റിട്ടയർമെൻ്റ് എടുത്തു. അങ്ങനെ ദൈവം എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി. അപ്പോൾ ഞാനിപ്പോൾ സർവീസ് ഇന്നോവേഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത് ദൈവകൃപയാലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടൊരു റോഡ് ടാർ ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈശോ അത് സാധിച്ചു തന്നു. പക്ഷേ അന്ന് ടാർ ചെയ്ത് കഴിഞ്ഞ് കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിട്ടാണ് വന്നത്. പക്ഷേ അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടിയപ്പം ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ റോഡ് പണിയും അതിനുണ്ടാകുന്ന കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴക്കാറ് കയറി. ഇപ്പോൾ തന്നെ മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയായി, ഒരുപാട് മൂടിക്കെട്ടിയൊരവസ്ഥ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഒരു തുള്ളി മഴ പോലും അന്ന് പെയ്തില്ല. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ പെയ്യാത്തേ ഉള്ളൂ. ചുറ്റും ഉള്ള സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തു, നല്ല ശക്തമായിട്ട് മഴ പെയ്തു. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്തില്ല. ഞങ്ങൾക്കതൊരു വലിയ അത്ഭുതമാണ്, മാതാവിൻ്റെ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്കത്. പിന്നെ ഞങ്ങൾക്കുള്ള ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോയോട് ചോദിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. സ്വന്തമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനിപ്പോൾ അറിയത്തില്ല. എല്ലാം ഈശോയോട് ചോദിച്ച് ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ഈശോ ഞങ്ങളെ കൃത്യമായിട്ടുള്ള വചനങ്ങൾ തന്ന് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾ പോലും ഈശോയോട് ചോദിച്ച് ചെയ്യാറുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമായിരിക്കില്ല ഈശോയുടെ ഇഷ്ടം, പക്ഷേ ഈശോയുടെ ഇഷ്ടത്തിന് ഞങ്ങളങ്ങ് വിട്ടുകൊടുക്കും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുമുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 3 ആഴ്ച കൂടുമ്പോൾ മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. നേരത്തെ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കുമ്പസാരിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയൊന്നുമില്ല, അനുതാപമൊന്നും ഇല്ലാതെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. ഞങ്ങളുടെ മക്കളെയും കൂട്ടി ഞങ്ങൾ പോകും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഈശോനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അത് വലിയൊരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി കുമ്പസാരിച്ചിട്ട് ആ പാപം ഏറ്റു പറഞ്ഞ് അനുദപിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കുർബാന സ്വീകരിക്കാറുള്ളൂ. പിന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിലാണെങ്കിലും ഇപ്പോൾ ഈശോയെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈശോ അങ്ങനെ ചെയ്തു, ഈശോ ഇങ്ങനെ ചെയ്തു, ഈശോ അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചല്ലോ, അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ഈശോയുള്ള സ്നേഹം ഞങ്ങൾക്ക് ഒരുപാട് കൂടി. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ഹോമുണ്ട്. 10 കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്റർ നടത്തുന്നതാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ കറി ഉണ്ടാക്കി കൊടുക്കും. അത് ഞങ്ങൾ ഇന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള സഹായം പൈസയായിട്ടും ഞങ്ങൾ സിസ്റ്ററിന് കൊടുത്ത് സഹായിക്കും. അതുകൂടാതെ തന്നെ എല്ലാ മാസവും സിസ്റ്ററിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ സിസ്റ്ററിനെ ഞങ്ങൾ പരിചയപ്പെടുന്നതിന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബാംഗ്ലൂർ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണം, കാരുണ്യ പ്രവൃത്തി എങ്ങനെ സഹായിക്കണം, അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ പോയിട്ട് ആ പള്ളിയിൽ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു ആരെങ്കിലും ഒരു വഴി കാണിച്ച് തരണേന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയ സമയത്താണ് ഈ സിസ്റ്ററിനെ ഞങ്ങൾ വളരെ യാദൃശ്യമായിട്ട് കാണുന്നത്. ആ സിസ്റ്റർ ഞങ്ങൾ കാറ് കൈ കാണിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, എന്നെ ഒന്ന് ടൗണിലേക്ക് ഇറക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ ആ സിസ്റ്റർ സംസാരിച്ച് വന്നപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മാതാവിനോട് പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ മാതാവ് ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ആര് സഹായം ചോദിച്ചാലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. പെട്ടെന്നൊരു ചിന്ത നമുക്ക് വരും, ഉണ്ടോ കൊടുക്കാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുത്ത് സഹായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളത് റോഡിലൂടെ നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കുരിശ് വരച്ച് ആണ് പത്രം കൊടുക്കുന്നത്. റോഡിലൂടെ നടന്ന് പത്രം കൊടുക്കും. അതുപോലെ കന്നഡ ചർച്ചിലും ആണ് ഇംഗ്ലീഷ് പത്രവും കന്നഡ പത്രവും കൊടുക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഓഫീസിലെ ഒരു കാര്യത്തിന് പൂനെയിൽ പോയപ്പം ഹിന്ദി പത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരോട് ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാം ഞങ്ങൾ മറ്റുള്ളവർക്ക് ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ ഞാൻ ഡെയിലി ബ്രെഡ് കൂടത്തുള്ളൂ. 5:30 ആകുമ്പം കൃത്യം കൂടും, പക്ഷെ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉടമ്പടി ധ്യാനവും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും തന്നെ ഉടമ്പടി ധ്യാനം കണ്ടു തീർക്കാൻ ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് കണ്ടു തീർക്കും. എല്ലാ ഉടമ്പടി ധ്യാനവും ഞങ്ങൾ ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളത്.
അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നിത്യരക്ഷ ലക്ഷ്യമാക്കിയുള്ള ഈ ഒരു ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞങ്ങൾ തിരുത്തി ജീവിതം മെച്ചപ്പെടുത്തി ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതം തുടരുകയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 23-ാം തിരുവചനം. അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. ജോബിൻസ്, ജീന എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും വലിയ ഒരു ഇടപെടലാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വ്യക്തമായും ഇതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഇടപെടലാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും. ജീന പറഞ്ഞതുപോലെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പ്രസൻസ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആ കുടുംബത്തിലുണ്ടായ അവരുടെ വീടിനകത്ത് മുഴുവൻ മഞ്ഞ് നിറഞ്ഞ ഒരു അനുഭവം, ഒരു തണുക്കുന്ന ഒരു അത്ഭുതം, തലോടലിൻ്റെ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി. ഓൺലൈനിലൂടെ ഉടമ്പടിയെടുത്ത് വളരെ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഇവർക്ക് ദൈവം ഇന്നും കൂടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം നമുക്ക് ഉടമ്പടിയിൽ ആ ഒപ്പ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈശോ നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ഇസ്രായേൽക്കാരോടൊപ്പം ദൈവം സഞ്ചരിക്കുമ്പോൾ വാഗ്ദാന പേടകത്തിൽ മേഘം വന്ന് ആവൃതമാകുന്നതും വളരെ നാളുകൾ ആ മേഘം ആ കൂടാരത്തെ മൂടി കുറേ നാളുകൾക്ക് ശേഷം മേഘം ഉയർന്നു പൊങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ദൈവത്തോടൊപ്പം അവർ യാത്ര ചെയ്യുന്നതായി വാഗ്ദത്ത ഭൂമിയിലേക്ക് നടന്നു നീങ്ങുന്നതായി നമുക്ക് കാണാം. ഈ ഉടമ്പടി എന്ന് പറയുന്നതും ഒരു നിത്യതയിലേക്കുള്ള നമ്മുടെ ഈ പ്രയാണത്തിലുള്ള ഒരു ദൈവത്തോടൊപ്പമുള്ള സഞ്ചാരമാണ്. അത് പൂർത്തിയാക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്നത്. ഇവർ രണ്ടുപേരും തന്നെ വളരെ ഹൈ പ്രൊഫൈൽഡ് ഡെസിഗ്നേഷനുള്ള വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറയുമ്പോൾ ഉണ്ടായ അവരുടെ വലിയ ഒരു ഏറ്റുപറച്ചിലാണ്, ശക്തനായവൻ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ അവർക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നതായി നമുക്ക് കാണാം. അവരുടെ ഒരു ബ്ലഡിലുണ്ടായ ഇൻകോമ്പറ്റബിലിറ്റിയെക്കുറിച്ച് ജീന സംസാരിക്കുകയുണ്ടായി. അവർക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ ഉണ്ടാകുവാനുള്ള ഒരു അസാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വലിയ സങ്കടത്തെ, ആശങ്കയെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ഓമനത്വമുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി അനുഗ്രഹിച്ചതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് ഉടമ്പടിയെടുത്തപ്പോൾ ഭയമില്ലാതായി. കാരണം അവരുടെ എല്ലാ തീരുമാനങ്ങളും ചർച്ചകളും എല്ലാം വചനത്തിലൂടെയായിരുന്നു. വചനം പങ്കുവെച്ചുകൊണ്ട് വചനം തുറന്നു നോക്കി ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ ജോബിൻസിനും വളരെ സ്ട്രെസ്സുള്ള ഒരു ജോലിയുടെ അവസ്ഥയിൽ എനിക്ക് കുറച്ചുകൂടി ദൈവാനുഭവത്തിലേക്കും ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ നല്ല ഒരു ജോലിയിലൊരു മാറ്റം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ നൽകിയ ഒരു വലിയ ഇടപെടൽ നമുക്ക്, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് കേൾക്കുവാനിടയായി. കാരണം ഇവർക്ക് റോഡ് പണിയുടെ സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു. എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ മൂടൽമഞ്ഞും കാർമേഘവും വന്നാലും അതിനെ പ്രാവർത്തികമാക്കുന്നത് ഈശോ ആണ്. ഇവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഡെയിലി ബ്രെഡിലൂടെ അച്ഛന് മെസ്സേജ് നൽകുകയുണ്ടായി. നമുക്ക് ഈശോയിൽ പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം ഈശോ മാത്രമാണ് നമ്മുടെ രക്ഷകനും നാഥനും. ജീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക്